ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൻ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പച്ചമാങ്ങ തേങ്ങ അരച്ച് വെച്ച ഒരു അടിപൊളി കറിയാണേ. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇപ്പോൾ മാർക്കറ്റിൽ മാങ്ങ വാങ്ങാൻ കിട്ടുമല്ലോ. ചോറിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന നല്ല സ്വാദുള്ള ഒരു മാങ്ങാക്കറിയാണ് ഇത്. നിങ്ങൾ ഇതുവരെ ഇത് വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണേ. മാങ്ങയ്ക്ക് വലിയ വേവൊന്നുമില്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാനും പറ്റും. ചോറിനെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഈ മാങ്ങാക്കറി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. കറിക്കായിട്ട് 2 മീഡിയം സൈസ് പച്ചമാങ്ങ ആണ് എടുത്തിരിക്കുന്നത്. മാങ്ങ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് പച്ചമാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ചെനച്ചതോ പഴുത്തതോ ആയ മാങ്ങ എടുത്താൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഞാൻ മാങ്ങയുടെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി വേണം മാങ്ങ അരിഞ്ഞെടുക്കാൻ. കറി വെക്കുന്ന ഒരു മൺചട്ടിയിലാണ്. ചട്ടി ചൂടായപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചുവന്നുള്ളി കുറവായതുകൊണ്ടാണ് ഞാൻ സവാള ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ ഈ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 20 കഷ്ണം ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സവാള ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ്. ഉള്ളി ഏകദേശം പകുതി വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ കൂട്ടത്തിൽ കിടന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് നല്ലവണ്ണം വഴന്ന് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും എല്ലാം നല്ലവണ്ണം വഴന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മാങ്ങ ഒന്ന് ഇളക്കി കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയൊന്നും എടുക്കണ്ട. ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും എല്ലാം ഒന്ന് മാങ്ങായുമായിട്ട് മിക്സ് ആകാനായിട്ട് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്ക് ആവശ്യമായ എരിവിനുള്ള പച്ചമുളക് 5 എണ്ണം നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിക്ക് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയമെല്ലാം നമ്മൾ സ്റ്റൗവ് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഫ്ലെയിം കൂടിപ്പോയാൽ മാങ്ങ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. കറിക്കെടുത്ത 2 മാങ്ങയുടെ മാങ്ങാണ്ടി ഞാൻ കളഞ്ഞിട്ടില്ലായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കറി കൂട്ടുമ്പോൾ ഈ മാങ്ങാണ്ടി കൂടി ചീമ്പി തിന്നാൻ നല്ല രസമാണ്. അതുകൊണ്ടാണ് ഞാനിത് കളയാതെ ചേർത്ത് കൊടുത്തത്. എല്ലാം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൂടി പോകരുത്. ഇതൊരു നീണ്ട ചാറുകറിയല്ല, കുറുകിയിരിക്കുന്ന ചാറോട് കൂടിയ ഒരു കറിയാണ്. ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ചട്ടി അടപ്പുകൊണ്ട് അടച്ചു കൊടുത്ത് കഷ്ണങ്ങളൊന്ന് വെന്ത് വരുന്നിടം വരെ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് കറിയിലേക്ക് ചേർക്കാൻ ഒരു അരപ്പ് റെഡിയാക്കാം. മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ സമയം കൊണ്ട് കഷ്ണങ്ങൾ വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മാങ്ങാ കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞു പോകാതെ ഇതുപോലെ കിട്ടണം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ഇട്ട് കൊടുത്ത ശേഷം മിക്സിയുടെ ജാറ് കഴുകി 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചിട്ട് കറി ഒന്ന് ഇളക്കി കൊടുക്കാം. കറി നല്ലവണ്ണം കുറുകിയാണ് ഇരിക്കുന്നത്. ഇത് ഇനിയും ചൂടായി വരുമ്പോൾ ഒന്നും കൂടി കുറുകും. അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കറിയെല്ലാം നല്ലവണ്ണം ഇളക്കി കൊടുത്ത ശേഷം ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. കുറവാണെങ്കിൽ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്ത ശേഷം കറി ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. കറി ഒത്തിരി തിളച്ചങ്ങ് മറിയണ്ട.
അരപ്പിൻ്റെയൊക്കെ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ചൂടായി തിളച്ച് വന്നാൽ മതി. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കറിയിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. പാൻ ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും 2 ഉണക്കമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കാം. കറി വെച്ചപ്പോൾ ഉള്ളി വഴറ്റാനായിട്ട് 2 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കടുക് താളിച്ചപ്പോൾ 1 ടീസ്പൂൺ എണ്ണ മാത്രം ചേർത്ത് കൊടുത്തത്. ഉള്ളിയും മുളകും കറിവേപ്പിലയൊക്കെ മൂത്ത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിച്ചത് ചേർത്ത് കൊടുത്തിട്ട് കറി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾ ഈ ഒരു മാങ്ങാക്കറി ഇതുവരെ വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. നല്ല കുറുകിയ ചാറോടുകൂടിയ ഈ മാങ്ങാക്കറി ചോറിലൊഴിച്ച് കുഴച്ച് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.